നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ മറ്റുള്ളവർ കരുതും പോലെ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ലെന്ന് മുൻ UAE പ്രവാസിയും ഇപ്പോൾ ബ്രിട്ടനിൽ ഉദ്യോഗസ്ഥനുമായ ലിപിൻ അലക്സാണ്ടർ പറയുകയാണ്. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എങ്കിലും മലയാളികളടക്കം എല്ലാവരും സുരക്ഷിതരാണ് എന്ന ശുഭവാർത്തയാണ് മലയാളി നൽകുന്നത്. കരുതലിന്റെയും അതീവ ജാഗ്രതയുടെയും ദിനങ്ങളാണ് കടന്നു പോകുന്നത് എങ്കിലും സർക്കാർ ആരോഗ്യ സുരക്ഷയും സഹായവും ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു പ്രമുഖ മാധ്യമത്തോടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഇന്നും ഇന്നലെയുമായി ഒരുപാട് പേർ എന്നെ വിളിച്ച് ആശങ്കയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പലർക്കും ബ്രിട്ടനിലെ വാർത്തകൾ ഭയം നൽകുന്നതായിരുന്നു. ബ്രിട്ടൻ വലിയൊരു യുദ്ധത്തിലാണ്. കൊറോണ വൈറസ് എന്ന മഹാമാരിയെ വളരെ മികച്ച രീതിയിലാണ് ഗവൺമെന്റ് നേരിടുന്നത്. NHS-ഉം പ്രിയപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. നാട്ടിലെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി പറയുകയാണ്, നാട് വിട്ട് ഇവിടെ ജോലിക്ക് വന്ന എന്നെ പോലെ ആയിരങ്ങൾക്ക് ഈ നാട് എല്ലാ സുരക്ഷയും നൽകുന്നുണ്ട്. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് മലയാളി പറഞ്ഞത്. അതേസമയം ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസ് വകഭേദത്തിന് 17 മാറ്റങ്ങളുണ്ടെന്ന കണ്ടെത്തലാണ് പുറത്തുവരുന്നത്. മനുഷ്യകോശത്തിലേക്ക് കയറാനുള്ള ശേഷിയിൽ കരുത്ത് നേടിയെന്നതാണ് വൈറസിന് വന്ന പ്രധാന മാറ്റം. പുതിയ വകഭേദം അപകടകാരിയാണെങ്കിലും മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടില്ല എന്നതാണ് ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്ത. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത 70% അധികമായെന്നാണ് ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. നേരത്തെ വൈറസ് ബാധിച്ച 2 പേരിൽ നിന്ന് 3 പേരിലേക്കാണ് രോഗം പകർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരാളിൽ നിന്ന് 2.5 പേർക്ക് എന്ന നിരക്കിലാണ് ബ്രിട്ടനിലെ രോഗവ്യാപനം തുടരുന്നത്. ബ്രിട്ടനിൽ ഈ വൈറസ് സൂപ്പർ സ്പ്രെഡർ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് നീതി ആയോഗ് അംഗം VK പോൾ വ്യക്തമാക്കി. UK-യിൽ കണ്ടെത്തിയ കൊറോണ വകഭേദം രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതല്ല, എന്നാൽ രോഗവ്യാപന ശേഷി കൂടുതലാണ്. രാജ്യത്ത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനുകളുടെ സാധ്യത ഇത് നിലവിൽ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.